ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും കൂടെ തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അലീന രോഹിത്തിന്റെ അടുത്തിരുന്ന് രോഹിത്തിനെ സമാധാനിപ്പിക്കുന്ന സീനാണ്. വേറെ ആരില്ലെങ്കിലും നിനക്ക് ഞാൻ ഉണ്ടടാ, നീ വിഷമിക്കരുത്, നീ തെറ്റ് ചെയ്തിട്ട് ഇല്ല, അത് പൂർണ്ണമായിട്ട് നീ അങ്ങ് വിശ്വസിക്കും. നീയും ചതിയിൽ അകപ്പെട്ടതാണ്, ഒരിക്കലും നീ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് നീ എന്ത് ചെയ്തത്, ജാമ്യത്തിൽ ഇറങ്ങിയതും അതുപോലെ കോടതി നിന്നെ വെറുതെ വിട്ടതും ഒക്കെ. അത് എൻ്റെ മോനൊന്ന് മനസ്സിലാക്കണം. പിന്നെ ദേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അത് താങ്ങാനുള്ള ഒരു മനസ്സ് മോന് വേണം. പിന്നെ ദേ വേറെ ആര് മോന്റെ കൂടെ ഇല്ലെങ്കിലും ഈ അലീന ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല, അത് സത്യമായ കാര്യം തന്നെയാ. ഈ അലീന ചേച്ചി എന്ന് നിന്റെ കൂടെ കാണും. മോൻ തെറ്റ് ചെയ്തിട്ടില്ല, അത് മോൻ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം കേട്ടോ എന്നൊക്കെ പറയാണ്. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ രോഹിത്തിന്റെ മനസ്സ് വല്ലാണ്ടങ്ങ് മാറുന്നുണ്ട് കേട്ടോ. മാത്രമല്ല രോഹിത് പ്രതികരിക്കുന്നൊന്നുമില്ലെങ്കിലും ആ മുഖത്തിന്റെ ഭാവം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അലീന ആരാണ്, അലീന എന്താണെന്ന് രോഹിത് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു വയ്യായികയിൽ നിന്നും അലീന ഇത്രയും നമ്മുടെ ശരത്തിനെ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അലീനയിൽ എന്തോ ഒരു മാജിക് ഉണ്ട് എന്ന് നമ്മുടെ രോഹിത്തിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഏതായാലും എന്നിട്ട് നമ്മുടെ രോഹിത്തിനോട് അലീന പറഞ്ഞു, മോനിവിടെ ഇരിക്ക്, മോനിവിടെ ഇരിക്കുന്നല്ല, മോന് ഇവിടെ കിടക്ക്, അലീന ചേച്ചി പോട്ടെ, അലീന ചേച്ചി പോയിട്ട് മോന് ഒരു നല്ലൊരു ഫ്രഷ് ജ്യൂസ് കൊണ്ടുതരാം. ഒരുപാട് ഒമിറ്റ് ചെയ്തല്ലേ ശരീരത്തിന് നല്ല ക്ഷീണം ഉണ്ടാകും. ഒത്തിരി വെള്ളം ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു വിളർച്ചയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നല്ലൊരു ഓറഞ്ച് ജ്യൂസ് തന്നെ ചേച്ചി കൊണ്ട് തരാം, മോൻ ഇവിടെ കിടക്ക എന്ന് പറഞ്ഞിട്ട് പതുക്കെ നമ്മുടെ രോഹിത്തിനെ അവിടെ ഇങ്ങനെ കിടത്തുകയാണ് കേട്ടോ. കിടത്തിയിട്ട് അലീന പതിയെ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് പോവുക. അപ്പൊ താഴേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ കൃഷ്ണമോളുണ്ട്. കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, രോഹിതേട്ടന്റെ കാര്യം എന്തായി, എന്തെങ്കിലും കഴിച്ചോ? എടി നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടടി അവനെ നന്നായിട്ട് എന്നോട് നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് അവൻ ഞാൻ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ ഇപ്പൊ കഴിക്കുന്നുണ്ട്. ആണോ അലീന ചേച്ചി? ഓ, ഏതായാലും ഭാഗ്യമായി പോയിട്ടോ. എൻ്റെ ദൈവമേ, നമ്മൾ എന്തോരം പ്രാർത്ഥിച്ചതാ. അതെ, ഈ പ്രാർത്ഥനയ്ക്ക് ഫലമൊന്നും ഉണ്ടാകാതിരിക്കത്തില്ലല്ലോ മോളെ. ഏതായാലും അവനെ ഞാനൊരു ജ്യൂസ് കൊണ്ട് കൊടുക്കട്ടെ. അവൻ്റെ ഈ മാറ്റത്തിൽ എപ്പോഴാണ് ഇനിയിപ്പോൾ ചിലപ്പം അവൻ്റെ ഈ ഒരു മാറ്റം തിരിച്ച് ആ ഒരു പഴയ രോഹിത്തിലേക്ക് പോകാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവൻ്റെ മനസ്സാകെ തകർന്നിരിക്കുകയല്ലേ മോളെ, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഏതായാലും ഇപ്പോൾ ഒരു ജ്യൂസ് അടിച്ചുകൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് പോവാ. അപ്പൊ നമ്മുടെ കൃഷ്ണമോൾ എന്ത് ചെയ്യുന്നു, രോഹിത്തിന്റെ അടുത്തേക്ക് സ്റ്റെയർ കയറി പതുക്കെ പോവാണ് കേട്ടോ. അങ്ങനെ പതുക്കെ ചെന്ന ഉടനെ തന്നെ നമ്മുടെ പഴയ രോഹിത്തൊന്നും അല്ല, രോഹിത്തിന് ഒരു ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അത് കൃഷ്ണമോൾക്കും മനസ്സിലാവുന്നുണ്ട്. കൃഷ്ണമോള് അവിടെ അടുത്ത് ചെന്നിരുന്നിട്ട്, രോഹിത്തേട്ടന്റെ പനിയൊക്കെ ഇപ്പൊ പോയല്ലോ അല്ലെ, എങ്ങനെ പനി പോകാതിരിക്കും? അലീന ചേച്ചി അല്ലേ നോക്കിയത്. ഇതാണ് ഞാൻ പറഞ്ഞത്, അലീന ചേച്ചി ഡോക്ടറിന് ഫലം ചെയ്യും, അമ്മയ്ക്ക് ഫലം ചെയ്യും, നമ്മുടെ ചേച്ചിക്ക് ഫലം ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ അച്ഛനും അതുപോലെ ദൈവത്തിന് സഹിതം ഫലം ചെയ്യുന്ന ഒരാളാ അലീന ചേച്ചിയിൽ. എന്തോ മാജിക് ഉണ്ട് രോഹിത്തേട്ട. അത് രോഹിത്തേട്ടൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അമ്മ ഈ പറയുന്നത് പോലെ ഒന്നും അല്ലെന്നേ കാര്യങ്ങള്. അമ്മ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ പറയും. അത് കേട്ടിട്ട് ഒരിക്കലും അലീന ചേച്ചിനെ അവിശ്വസിക്കരുത്. അലീന ചേച്ചി ഈ വീട്ടിൽ വന്നിട്ടാണോ ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചത്? ഒരുപക്ഷെ അലീന ചേച്ചി വന്നിട്ടായിരിക്കാം അമ്മയ്ക്ക് അച്ഛനോട് ദേഷ്യം ഉണ്ടായത് എന്ന് തോന്നുന്നുണ്ടോ രോഹിതേട്ടന്? ഒരിക്കലും ഇല്ല രോഹിതേട്ട. അച്ഛനും അമ്മയും വഴക്ക് കൂടാത്ത ദിവസം ഉണ്ടായിരുന്നു. അച്ഛനോട് അമ്മ നന്നായിട്ട് സംസാരിക്കുന്നത് രോഹിതേട്ടൻ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ അലീന ചേച്ചി വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റും? അതൊക്കെ പോട്ടെ, അലീന ചേച്ചി പാവാട്ടോ. അലീന ചേച്ചി കാരണം ഇപ്പൊ രോഹിതേട്ടൻ ഈ ബെഡില് ഇവിടെ കിടക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ അങ്ങ് മൂട്ടകടി കൊണ്ട് ജയിലിൽ എൻ്റെ രോഹിതേട്ടൻ കിടന്നേനെ. അതിന് കാരണക്കാരി അലീന ചേച്ചി തന്നെയാ, അത് പറയാതിരിക്കാൻ വയ്യ. അതെ, അന്നാ ശരണ്യ കോടതിയിൽ മൊഴി മാറ്റിയൊക്കെ പറഞ്ഞില്ലേ? മൊഴി മാറ്റിയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിതേട്ടൻ രക്ഷപ്പെട്ടത്. പക്ഷെ അതിനൊരു കാരണമുണ്ട് കേട്ടോ. അത് വേറെ ആരുമല്ല, അലീന ചേച്ചിയാ. അന്ന് നടന്ന കുറേ സംഭവങ്ങളുണ്ട്, രോഹിതേട്ടൻ അറിയാതെ പോയ കുറേ സംഭവങ്ങൾ. ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് രോഹിതേട്ടൻ അറിയാമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണമോള് നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രോഹിത് ഇതൊക്കെ ഒരു കണ്ണ് ചിമ്മാതെ പോലും ഇങ്ങനെ ഇരുന്നാണ് എല്ലാം കേൾക്കുന്നത്. കാരണം രോഹിത്തിന് അറിയാത്ത കുറെ കാര്യങ്ങളാണ് നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു ദിവസം ഇവിടെ നിന്ന് ആ കോളനിയിലെ
കണ്ണീർപ്പാടോ അങ്ങനെ എങ്ങാണ്ടല്ലേ കോളനിയുടെ പേര്, അങ്ങോട്ടേക്ക് പോയായിരുന്നു ശരണി ചേച്ചിനെ കാണാനായിട്ട്. ആ ശരണി ചേച്ചിനെ പോയി കണ്ടതിന്റെ പേരിലുണ്ടല്ലോ ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് അറിയാമോ? അന്ന് ദേ നമ്മുടെ അലീന ചേച്ചിയുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിക്കുകയൊക്കെ ചെയ്തു ആ ചേച്ചിയുടെ ആങ്ങളമാരെ. എന്നിട്ട് കത്തിക്കാൻ തുടങ്ങി അത്രേ. അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടെ അലീന ചേച്ചിനെ വട്ടത്തില് വളഞ്ഞിട്ട് തല്ലീന്നാ പറഞ്ഞു കേട്ടത്. അലീന ചേച്ചി ഇവിടത്തെ പെണ്ണാണെന്നും അതുപോലെ തന്നെ അലീന ചേച്ചി അവിടെ ചെന്നത് ആ പെങ്കൊച്ചിനെ മനസ്സ് മാറ്റിക്കാനാണെന്നും അതുപോലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞായിരുന്നു അലീന ചേച്ചിക്ക് ഒത്തിരി തല്ല് കിട്ടിയത്. എന്നിട്ട് അവിടെയുള്ള ഷാജി എന്ന് പറയുന്ന ഒരു ചേട്ടൻ തലനാരിരയ്ക്ക അലീന ചേച്ചിനെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് അലീന ചേച്ചി പോവാതിരുന്നോ? ഇല്ല രോഹിത്തേട്ടാ, അവിടെ നമ്മൾ അലീന ചേച്ചിനെ കാണേണ്ടത്. അത്രയും പ്രശ്നം ഉണ്ടായിട്ടോ അലീന ചേച്ചി എന്ത് ചെയ്തെന്നറിയാമോ? ഇവിടുന്ന് വീണ്ടും ആ പെങ്കൊച്ചിനെ കണ്ടേ പറ്റൂന്നും പറഞ്ഞ് ഇവിടുന്ന് പോയി. അങ്ങനെ ഓരോ ദിവസം ചെന്ന് 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 ആ പെങ്കുച്ചിനെ കണ്ടു. ആ പെങ്കുച്ചിനെ കണ്ട് ആ പെങ്കുച്ചിന്റെ അവസ്ഥ വല്ലാത്ത ഒരവസ്ഥയായിരുന്നു. അതാരോടും പ്രതികരിക്കാതെ ആഹാരം കഴിക്കാതെ ഇപ്പന്തേ രോഹിത്തേട്ടൻ കാണിക്കുന്നില്ലേ, അതുപോലെയൊക്കെ തന്നെ അതിന് വേറൊരു രീതിയിൽ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരവസ്ഥ. അവിടെ നിന്ന് അലീന ചേച്ചി എന്ത് ചെയ്തു? ആ ചേച്ചീനെ പതിയെ 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 എല്ലാം പറഞ്ഞു മനസ്സിലാക്കി എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്നു. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നു, പാടത്തും പറമ്പിലൂടെയും നടത്തി, പതുക്കെ അമ്പലത്തിൽ കൊണ്ടുപോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അലീന ചേച്ചി എന്ന് വെച്ചാല് ശരണി ചേച്ചിക്ക് ജീവനായി. അലീന ചേച്ചി ചെല്ലുമ്പോൾ മാത്രം ആ ശരണി ചേച്ചി എണീക്കും, അലീന ചേച്ചി ചെല്ലുമ്പോൾ മാത്രം ആ ശരണി ചേച്ചി ഭക്ഷണം കഴിക്കും. വീട്ടുകാർക്കും അത് മനസ്സിലായേ. അതേ പിന്നെ അലീന ചേച്ചിനെ അവിടെ കയറ്റാൻ അവർ സമ്മതിച്ചു. അങ്ങനെ അലീന ചേച്ചി അവരിൽ ഒരു സ്വാധീനം വളർത്തിയെടുത്തു. പക്ഷെ അലീന ചേച്ചിയുടെ മനസ്സിൽ രോഹിതേട്ടനെ രക്ഷിക്കണം എന്നൊന്നുമില്ലായിരുന്നു. അതൊക്കെ ശരിയാണ്. എങ്കിലും അലീന ചേച്ചിയോട് അവള് സത്യങ്ങളൊക്കെ പറഞ്ഞത് അത് നല്ല കാര്യമല്ലേ? അതുകൊണ്ടാണല്ലോ രോഹിതേട്ടൻ ഇവിടെ നിൽക്കുന്നത്. അലീന ചേച്ചിക്ക് അന്ന് പോകാൻ മനസ്സ് തോന്നിയില്ലായിരുന്നെങ്കിൽ, അലീന ചേച്ചി ഇവിടെ ഇരുന്നെങ്കിൽ രോഹിതേട്ടൻ എന്ത് ചെയ്തേനെ? ഇപ്പോഴും ആ ജയിലിൽ കിടന്ന് മൂട്ടകടി കൊണ്ടേനെ. അങ്ങനെ കൊള്ളാനുള്ളതാണോ രോഹിതേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളല്ലേ? അപ്പൊ രോഹിതേട്ടന് ജയിലിൽ കിടക്കുന്നത് ശരിയാണോ? അത് ഒരിക്കലും ന്യായമല്ലാത്ത കാര്യമല്ലേ? അപ്പം അവിടെ ആ ന്യായമല്ലാത്ത കാര്യം രോഹിതേട്ടനെ ഇവിടെ കൊണ്ടുവന്നത് അതെല്ലാം ആരാ? അലീന ചേച്ചി കാരണമല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്. അലീന ചേച്ചി ആരാണ്, എന്താണ്, അലീന ചേച്ചി എങ്ങനെയുള്ളവളാണ് എന്നൊക്കെ അറിയണം. രോഹിതേട്ടൻ വെറുതെ അല്ല ഇങ്ങോട്ടേക്ക് വന്നത്. അലീന ചേച്ചി കാരണം തന്നെയാ രോഹിതേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇത് രോഹിതേട്ടൻ അറിയണം. എങ്കിലേ അലീന ചേച്ചിയോടുള്ള രോഹിതേട്ടന്റെ മനോഭാവം മാറുകയുള്ളൂ. അതുകൊണ്ടാ സത്യം പറഞ്ഞ ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഇനി രോഹിതേട്ടന് തീരുമാനിക്കാം, അലീന ചേച്ചിയെ സ്നേഹിക്കണോ വെറുക്കണോ, അമ്മ കാണിക്കുന്ന പോലെ അലീന ചേച്ചിയുടെ ഇവിടുന്ന് പിടിച്ച വെളിയിൽ തള്ളിക്കളയണോ എന്നെല്ലാം രോഹിതേട്ടനെ തീരുമാനിക്കാം. പക്ഷെ എനിക്ക് ഒന്നറിയാട്ടോ, ഏതായാലും ഇനി രോഹിതേട്ടൻ അലീന ചേച്ചിയെ വെറുക്കത്തില്ല. കാരണം നമ്മുടെ അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും അലീന ചേച്ചി ഈ വീട്ടിലിപ്പോ ചെയ്യുന്നത്. സത്യം പറയട്ടെ, ഞാന് എൻ്റെ അമ്മയുടെ സ്നേഹം എന്താണെന്ന് നല്ല രീതിയിൽ ഇതുവരെ അറിഞ്ഞില്ല രോഹിതേട്ടാ. പക്ഷേ ഞാനിപ്പോ എൻ്റെ അമ്മയുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്, ഒരു ചേച്ചിയുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതെല്ലാം ആരിലൂടെയാണെന്നോ? അലീന ചേച്ചിയിലൂടെയാ. ഇതെല്ലാം അലീന ചേച്ചി എനിക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ടാ പറയുന്നത്, അലീന ചേച്ചിനെ ഒരിക്കലും വെറുക്കരുത്, അലീന ചേച്ചിനെ തള്ളി പറയരുത്. പാവ, മഹാപാവ. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയൊക്കെ രോഹിതേട്ടനോട് പറഞ്ഞു തന്നപ്പം രോഹിതേട്ടന്റെ കാര്യങ്ങളൊക്കെ പിടികിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രോഹിതേട്ടൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേ നമ്മുടെ കൃഷ്ണമോളങ്ങ് ഇറങ്ങി പോവാ. എന്തോ രോഹിത് വീണ്ടും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട് യാഥാർത്ഥ്യം നന്നായിട്ട്. രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രോഹിത് അന്ന് റേപ്പ് നടന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. റേപ്പ് നടന്ന കാര്യങ്ങളും അതിനോടൊപ്പം താൻ ജയിലിൽ കിടന്ന് അനുഭവിച്ച പ്രശ്നങ്ങളും അതിനോടൊപ്പം തന്നെ അലീന ഇപ്പൊ തന്നെ ശുശ്രൂഷിക്കുന്നതും ആ വൊമിറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ അലീന ഒരറപ്പോ ഒരു വെറുപ്പോ ഒന്നുമില്ലാതെ നമ്മുടെ രോഹിത്തിനെ പരിചരിച്ചതും എല്ലാം നമ്മുടെ രോഹിത് മനസ്സിലൂടെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമോള് താഴേക്ക് ഇറങ്ങി വരിക. അപ്പോഴത്തേക്കും അലീന എന്തോ ജ്യൂസോ എന്തൊക്കെയോ തയ്യാറാക്കിക്കൊണ്ട് നേരെ നമ്മുടെ രോഹിത്തിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രോഹിത്തിന്റെ അടുത്തേക്ക് പോകുന്നത് നമ്മുടെ വൈജ കാണുന്നുണ്ട്. അപ്പം വൈജ എങ്ങോട്ടാടി ഇതെല്ലാം കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ രോഹിത്തിന് കൊടുക്കാനാ മേഡം. ഓ, അവന് കൊടുക്കാനായിട്ട് കൊണ്ടുപോവാണല്ലേ. ഇനി അവനെയും കൂടെ ഉണ്ടായിരിക്കും നിന്റെ കൈവശപ്പെടുത്താനായിട്ട്. അതിനുവേണ്ടി അല്ലേടി നീ അവനെയൊക്കെ കാഴ്ചവെക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ.
ഒരക്ഷരം ഒരു കമാന്നൊരു അക്ഷരം ഇണ്ടാതെ അങ്ങിരുന്നു. അപ്പൊ പറഞ്ഞു, എന്താടി നിന്റെ നാക്കില് നാവില്ലേടി? ഓ, അവനെയും കൂടെ ഇനി വശത്താക്കി വെക്കണമല്ലോ നിനക്ക്. അതിനു വേണ്ടിയുള്ള നിന്റെ അഭ്യാസമല്ലേടി ഇത്? ഓ, നീയാണ് പോലും രോഹിത്തിനെ വെളിയിൽ ഇറക്കിയത്. കുറെ പേര് പറയുന്നത് ഞാനും കേട്ടു. നിന്നൊരാരാടി പറഞ്ഞത് അങ്ങോട്ട് ചെല്ലാനായിട്ട്? ഓ, അവള് കുറെ ഉണ്ടാക്കുന്ന. എടി, നിനക്ക് നാണം ഉണ്ടോടി? ഒരു കുടുംബം തകർത്തിട്ടാണല്ലോ നീ ഇവിടെ ഉള്ളവരെല്ലാം വശത്താക്കി വെച്ചിരിക്കുന്നത്. നാട്ടിലിറങ്ങി എങ്ങനെയാടി നിനക്ക് നടക്കാൻ തോന്നുന്നത്? നാട്ടുകാരൊക്കെ നിന്നെ കുറിച്ച് പറയുന്നത് അത്രയ്ക്ക് നല്ലതൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോട്ടെ മേഡം, ഞാൻ എന്തിനാ അതൊക്കെ ചെവിക്കൊള്ളുന്നത്? എനിക്കതൊന്നും ചെവിക്കൊള്ളേണ്ട ഒരാവശ്യമില്ല മേഡം. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് എന്നെ അറിയാം, അതുപോലെ എന്നെ അറിയാവുന്നവർക്കും എന്നെ അറിയാം. പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് ഞാൻ കാര്യമാക്കാറില്ല മേഡം. ഏതായാലും മേഡം, ഞാൻ കൊണ്ടുപോയി രോഹിത്തിനെ കുറച്ച് ജ്യൂസ് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ നമ്മുടെ അലീന. അപ്പോഴത്തേക്കും നമ്മുടെ വൈജു നിന്ന് എന്തൊക്കെയോ പൊറുപൊറുക്കുന്നുണ്ട്, എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കൃഷ്ണമോൾ ഇങ്ങനെ ഇറങ്ങി വന്നു അലീനയോട് ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വൈജു ഇങ്ങനെ പൊറുപൊറുത്തതും പറഞ്ഞതും ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കൃഷ്ണമോൾ. അപ്പം കൃഷ്ണമോള് കഷ്ടമുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, എന്ത് കഷ്ടമുണ്ടടി? പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പണ്ട് ചെയ്തതിന്റെ ഫലമല്ലേ ഇപ്പൊ മണ്ടയിലേക്ക് കയറി പോകുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു പൊറുപുറത്തോണ്ടാട്ടോ പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ വൈജു ചോദിച്ചു, എന്താടി നീ പൊറുപുറക്കണത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ വൈജയുടെ മുഖത്ത് നോക്കി പറയണം. മുഖത്ത് നോക്കി പറയാൻ മടിയുള്ള കാര്യങ്ങളാണെങ്കിൽ എങ്ങനെയാണമ്മേ മുഖത്ത് നോക്കി പറയുന്നത്? മുഖത്ത് നോക്കി പറയാൻ മടിയുള്ള കാര്യങ്ങൾ? എന്താടി എന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ ഇത്രയ്ക്ക് മടി? എന്ത് കാര്യമാടി ഉള്ളത്? ഏയ്, ഒന്നുമില്ല. അമ്മയൊന്ന് വെറുതെ വിട്. എന്തിനാ വെറുതെ ഞങ്ങളോട് ഇങ്ങനെ നടന്ന് മാറി എല്ലാ മക്കളോടും ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്? എന്നോട്, അലീന ചേച്ചിയോട്, ബബിത ചേച്ചിയോട്. ഇനി രോഹിതേട്ടൻ അവിടെ കിടപ്പുണ്ട്, അവിടെ ചെന്നും കൂടെ പട കൂടണമെന്നുണ്ടോ അമ്മയ്ക്ക്? ഓ, എല്ലാ മക്കളുമോ? എങ്ങനെയാടി അലീന മക്കളാവുന്നത്? അവളെ എന്റെ മക്കളുടെ സ്ഥാനത്ത് അങ്ങനെ ഉൾപ്പെടുത്തിയാലുണ്ടല്ലോ. ഇനി മകളെന്നല്ലാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് വീണ്ടും പൊറുപൊറുക്കാട്ടോ നമ്മുടെ കൃഷ്ണമോൾ. അപ്പം വീണ്ടും ചോദിച്ചു, എന്താടി പൊറുപൊറുക്കുന്നത്? നീ എന്തിനാണ് പൊറുപൊറുക്കുന്നത്? എന്റെ പൊന്നോ, എന്നെ അങ്ങ് വെറുതെ വിട്, ഞാനേ അങ്ങ് പൊക്കോളാം. അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൂട്ടുകയോ ചെയ്തോ. ദയവേത് എന്നെ വെറുതെ വിട്ടേരെ. പിന്നെ ആ അലീന ചേച്ചിയുടെ മെക്കിട്ട് വെറുതെ കയറരുതേ. ഇപ്പൊ രോഹിതേട്ടന് അലീന ചേച്ചി കാരണമാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പറ്റ ചോറ് കഴിക്കുന്നത്. വെറുതെ ആ രോഹിതേട്ടന്റെ അത്താഴവും രോഹിതേട്ടന്റെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒന്നും മുടക്കാൻ നിൽക്കണ്ട. അലീന ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് അതെങ്കിലും നടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ, അയ്യോ, അലീന ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോടി ഇവിടെ എല്ലാം നടന്നു പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അലീന ചേച്ചി. ഓ, അവളെ മാത്രം മതിയല്ലോ. ബാക്കി 2 ഉണ്ടായിരുന്നു എന്റെ കൂടെ. ആ 2 കൂടെ അവള് വശത്താക്കി വെച്ചിരിക്കുകയല്ലേ. എനിക്കറിയാം അവളുടെ ഉദ്ദേശം എന്താണെന്ന്. എല്ലാരും കൂടെ അമ്മേനെയാണ് ഇവിടുന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുന്നതെന്ന് ഓർത്താ കൊള്ളാം. 10 മാസം ചുമന്ന് പ്രസവിച്ചതാ. ഓ, എല്ലാവരും പറയുന്ന കണക്ക് അമ്മയായിട്ട് ഇനി ഒന്നുകൂടെ പറഞ്ഞ് ചളവാക്കണ്ട കേട്ടോ, ഞാൻ അങ്ങ് പോവാ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങ് പോയിട്ടോ. ഈ സമയത്ത് നമ്മുടെ അലീന നേരെ സ്റ്റെയർ കയറി ചെന്നത് നമ്മുടെ രോഹിത്തിന്റെ അടുത്തേക്കാണ്. അങ്ങനെ രോഹിത്തിന് ജ്യൂസൊക്കെ കൊടുക്കുകയും അങ്ങനെ കൊണ്ടുവന്ന ആഹാരങ്ങളൊക്കെ പതുക്കെ കൊടുക്കുകയാണ്. അപ്പൊ രോഹിത് ആദ്യമൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി മാറ്റി കളയുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ നമ്മുടെ രോഹിത് കൈ കൊണ്ട് ഇതൊന്നും തട്ടി മാറ്റി കളയുന്നില്ല കേട്ടോ. രോഹിത് എന്ത് ചെയ്യുന്നു, ഇതൊക്കെ പതിയെ ഇറക്കി വിടാണ്. അലീനയുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുന്നു. അപ്പൊ അലീനയ്ക്ക് തന്നെ ഒരു സന്തോഷമാണ്, കാരണം ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് കഴിക്കണുണ്ടല്ലോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്കാണ് കൃഷ്ണമോള് ചെല്ലുന്നത്. ബാലചന്ദ്രന്റെ അടുത്തേക്ക് കൃഷ്ണമോള് ചെന്നിട്ട്, അതേ, രോഹിതേട്ടൻ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്, അച്ഛനെ അറിഞ്ഞായിരുന്നോ? അലീന ചേച്ചി കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ രോഹിതേട്ടൻ കഴിക്കുന്നുണ്ട്. ഇങ്ങൊന്ന് വന്നേ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രനെ കൂട്ടിക്കൊണ്ട് പോവുക. ബാലചന്ദ്രനെ കൂട്ടിക്കൊണ്ട് പതിയെ സ്റ്റെയർ കയറി പോകുന്നു. അപ്പോഴത്തേക്കും രോഹിത്തിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മുടെ അലീന അവിടെ എന്താ പറയാ, നിഷ്പ്രയാസം രോഹിത്തിനെ കൊണ്ട് ആഹാരം കഴിപ്പിക്കുന്നു. ഇത് കണ്ടതും വല്ലാത്തൊരു അതിശയമായി പോയിട്ടോ. നമ്മുടെ അലീന ഒരു മാജിക് തന്നെയാണെന്ന് അവിടെ ബാലചന്ദ്രന് മനസ്സിലാവുക. ബാലചന്ദ്രൻ അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. ആഹാരം കഴിക്കുന്നോ? അതും ഇത്രയും ദിവസം ആഹാരം തട്ടിക്കളഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ രോഹിത്ത് അലീന കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നു. അങ്ങനെ കൃഷ്ണമോള് പറഞ്ഞു, കണ്ടോ അച്ഛാ, ബാ നമുക്കങ്ങ് മാറി നിൽക്കാം, അവൻ ആഹാരം കഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോൾ അങ്ങ് മാറിയിട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, ഓ, അങ്ങനെയെങ്കിലും കഴിക്കണുണ്ടല്ലോ, അവന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ആരാണ് എന്താണ് അലീന എന്നൊക്കെ. അതുകൊണ്ട് തന്നെയാ. നിന്റെ അമ്മ ഇത് കണ്ടായിരുന്നോ? അമ്മ ഇത് കണ്ടില്ല, പക്ഷെ കുറച്ചൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി. ബബിത ചേച്ചിക്ക് നല്ല മാറ്റം ഉണ്ടെന്നേ. ബബിത ചേച്ചിയും അലീന ചേച്ചിയും തമ്മിലേ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല.
ബബിത ചേച്ചി ഉണ്ടല്ലോ അലീന ചേച്ചിക്ക് ഒരു ഡ്രസ്സ് കൊടുത്തു ഇടാനായിട്ട്. ആ വൊമിറ്റ് ചെയ്തപ്പോഴത്തേക്കും അലീന ചേച്ചി ഡ്രസ്സ് എല്ലാം മുഷിഞ്ഞു പോയില്ലേ. ആ സമയത്ത് ബബിത ചേച്ചി എന്ത് ചെയ്തെന്നോ, ബബിത ചേച്ചിയുടെ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞപ്പോ ആകെ മൊത്തം മാറ്റമാണല്ലോ മോളെ ഇവിടെ. മാറ്റം വെച്ചാ എല്ലാവർക്കും മാറ്റമാ. പക്ഷേ പക്ഷെ അമ്മയ്ക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. എങ്ങനെ മാറ്റം സംഭവിക്കാനാ മോളെ? അവക്ക് മാത്രം ഒരു മാറ്റവും സംഭവിക്കത്തില്ല. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന വെളിവില്ലാത്ത ശാവത്തിന് എങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത്? അവക്ക് മാറ്റം സംഭവിച്ചാലേ ലോകം ഇടിഞ്ഞ് താഴെ വീഴും, ആകാശം താഴെ വന്ന് നിലം പതിക്കും. അങ്ങനെ സംഭവിക്കണം. അല്ലാതെ അവക്കൊന്നും മാറ്റം വരുന്ന എനിക്ക് തോന്നുന്നില്ല എന്റെ പൊന്നു മോളെ. അവള് മാറുന്നോർത്തോണ്ട് ഇരിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങ് പോയി കേട്ടോ. ഏതായാലും കൃഷ്ണമോൾ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചോണ്ടൊക്കെ നിൽക്കുന്ന ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. മിസ് ചെയ്ത് കളയരുത് ഒരു എപ്പിസോഡും. നമ്മൾ രാവിലെ എല്ലാ ദിവസവും ഫുൾ വിശേഷവും അതുപോലെ വൈകിട്ട് പ്രമോ വിശേഷവും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താറുണ്ട്. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് നമ്മൾ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കമന്റ് ചെയ്യുന്നവർക്ക്, ലൈക്ക് ചെയ്യുന്നവർക്കും ഹൈപ്പ് ചെയ്യുന്നവർക്കും. അപ്പൊ ഹൈപ്പ് ചെയ്യുന്നവർ പറയുന്നുണ്ട് ആഴ്ചയിൽ ഞങ്ങൾക്ക് 3 വട്ടമേ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, 3 പ്രാവശ്യം 4 പ്രാവശ്യം ഓങ്ങാണ്ടേ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിൽ കൂടുതൽ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. നമുക്ക് ഒരു അതായത് ഒരാൾക്ക് 3 പ്രാവശ്യം വീക്കിൽ ഹൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ആ 3 പ്രാവശ്യം ഹൈപ്പ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് എല്ലാവർക്കും ഒരു ലൈക്ക് ഒരു ദിവസം ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുന്നവരായിരിക്കണം. അത് നമുക്ക് നമ്മുടെ ലിസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഫുൾ വീഡിയോ വാച്ച് ചെയ്യുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ലൈക്ക് ചെയ്യുന്നവർ ഫുൾ വീഡിയോ വാച്ച് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ആയിരിക്കണം കേട്ടോ. അപ്പം ഇവരിൽ നിന്ന് ഒരാളെ, ആഴ്ചയിൽ ഒരാളെ തിരഞ്ഞെടുത്തിട്ട്, നമ്മുടെ 3 ചാനലുണ്ട്, 3 ചാനലിൽ നിന്നും ഒരാളെ, കമന്റ് ഇടുന്ന ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അവർക്കായിരിക്കും നമ്മൾ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒക്കെ നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ ടാറ്റാ, ബൈ ബൈ.